ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കരോട്ടൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലൂടെ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തരുന്ന ഭാഗ്യ പദവിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഡാളസിന്റെ പ്രദേശത്ത് വരുന്നുവെങ്കിൽ ദയവായി കടന്നുവരിക. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാമല്ലോ. അതിലേക്ക് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഫിലിപ്പിയർ 1:12. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സഭകളിൽ ഒന്നായിരുന്നു ഫിലിപ്പിയ സഭ. തന്റെ സുവിശേഷീകരണത്തിന്റെയും സുവിശേഷ വയലിലുള്ള തന്റെ കഠിനാധ്വാനത്തിന്റെയും ഫലമായി ഉളവാക്കുവാൻ ദൈവം ഇടയാക്കിയ ആ ഫിലിപ്പിയ സഭ, ആ സഭയുടെ ആരംഭകാലം മുതൽ അപ്പോസ്തലനായ പൗലോസിനെ തന്റെ ശുശ്രൂഷയിൽ പ്രോത്സാഹിപ്പിക്കുകയും സുവിശേഷ ഘോഷണത്തിൽ ഒരു പങ്കാളികളായി തീരുകയും പ്രാർത്ഥനയിൽ തന്നെ സഹായിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ എല്ലാ വിധത്തിലും അപ്പോസ്തലനായ പൗലോസിന് ഫിലിപ്പിയ സഭ വളരെ പ്രിയപ്പെട്ട ഒരു സഭയായിരുന്നു. പക്ഷേ സംഗതി ഇപ്പോൾ ആകെ മാറിയിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ഇപ്പോഴും ജയിലിലാണ്. നമ്മുടെ പൗലോസ് വാസൻ ഇപ്പോൾ കാരാഗ്രഹത്തിലാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ഒരു പാസ്റ്റർ സുവിശേഷ പ്രസംഗം നടത്തി സുവിശേഷ വിരോധികൾ അദ്ദേഹത്തെ ആക്രമിച്ചു. പോലീസ് അദ്ദേഹത്തെ ജയിലിലാക്കി എന്നിരിക്കട്ടെ. കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പല അഭിപ്രായങ്ങൾ പറയാൻ കഴിയും. ചില പ്രിയപ്പെട്ടവർ പറയും, നമ്മൾ ബൈബിളിൽ നിന്ന് യേശുക്രിസ്തുവിനെ മാത്രം പ്രസംഗിച്ചാൽ മതി, പരസ്യ മീറ്റിങ്ങുകൾ നടത്തുന്നത്. വേറൊരു അഭിപ്രായം എന്ന് പറയുന്നത് മറ്റു മതങ്ങളെ ഒന്നും തൊടാൻ പോകരുത്. പുരോഹിതന്മാരെയോ സഭകളെയോ അല്ലെങ്കിൽ ദേവന്മാരെയോ ദേവിമാരെയോ അല്ലെങ്കിൽ ഈ യഹൂദ മതത്തെയോ ഹൈന്ദവ മതത്തെയോ ബുദ്ധ മതത്തെയോ ഒന്നും തൊട്ട് സംസാരിക്കാൻ പോകരുത്, യേശുവിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇനി വേറൊരു കൂട്ടർ പറയും, കാലം വളരെ മോശമാണ്, അതുകൊണ്ട് സുവിശേഷ പ്രസംഗത്തിനൊന്നും പറ്റിയ സമയമല്ല ഇപ്പോൾ, സുവിശേഷ വിരോധികളൊക്കെ വളരെ വർദ്ധിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അവനവന്റെ ദേഹം സൂക്ഷിച്ച് ദൈവത്തെ വിളിച്ച് സമാധാനമായിട്ട് കഴിഞ്ഞുകൂടുന്നതാണ് ഏറ്റവും ബുദ്ധിയെന്ന് അങ്ങനെ ഒരു അഭിപ്രായമുള്ളവരുണ്ട്. എനിവേ, ഫിലിപ്പിയ സഭയിലും ഇങ്ങനെയുള്ള ചില അഭിപ്രായങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുകയാണ്, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. നമുക്ക് മറ്റൊരു കാരാഗ്രഹത്തിന്റെ ഉൾമുറിയിലേക്ക് കടന്നു. അവിടെ ആയിരിക്കുന്നത് നമ്മുടെ സ്നാപയോഹന്നാൻ സ്നാപകൻ. അദ്ദേഹം ജയിലിലാണ്. അദ്ദേഹം വളരെ ധൈര്യമുള്ള ഒരു മനുഷ്യനാണ്. നല്ല തന്റെ ഇടമുള്ള ഒരു വ്യക്തിത്വമാണ്. സത്യമെന്നത് എനിക്ക് തോന്നുന്നത് പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ. ഹെരോദ രാജാവ് തന്റെ സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കി വെച്ചുകൊള്ളുന്നു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആക്ഷേപിച്ച് സംസാരിക്കാൻ യോഹന്നാന് ഒരു മടിയോ ഒരു പേടിയോ ഒന്നും തോന്നിയില്ല. തന്നിമിത്തമാണ് ഇപ്പോൾ ജയിലിലായിരിക്കുന്നത്. മത്തായി സുവിശേഷത്തിന്റെ ആദ്യ 3-ാം അധ്യായത്തിൽ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം നല്ലപോലെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സ്നാപയോഹന്നാൻ. നല്ല പ്രസംഗ പാഠവുമുള്ള വ്യക്തി, നല്ല വാഗ്വൈഭവമുള്ള വ്യക്തി, നല്ല നേതൃത്വ ഗുണമുള്ള വ്യക്തിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നല്ല ധൈര്യശാലിയുമായിരുന്നു. അദ്ദേഹം ഒട്ടകരോമം കൊണ്ടുള്ള ഒരു ഉടുപ്പും അരയിൽ തോൽവാറും ചുറ്റി കാട്ടുതേനും വെട്ടുക്കിളിയും ഭക്ഷിച്ച് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹം ജീവിക്കുകയായിരുന്നു. യഹൂദ്യ മരുഭൂമിയിലേക്ക് ചെന്ന് അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുവാൻ ജനങ്ങൾ ഓടിക്കൂടി. വളരെ ആകർഷകമായിരുന്നു.
യെരുശലേമിലും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ട് ചുമ്മാതെ പോയെന്ന് മാത്രമല്ല, ചുമ്മാതെ പോവുകയല്ല അവർ ചെയ്തത്. പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. അവർ യോർദാൻ നദിയിൽ സ്നാനമേറ്റു, മാനസാന്തര സ്നാനം ഏറ്റ് ദൈവത്തോട് ചേർന്നു. അത്ര നല്ല വ്യക്തിത്വമുള്ള ആളായിരുന്നു സ്നാപകൻ. പരീശന്മാരും സദൂക്യരും അദ്ദേഹത്തിന്റെ ആ മെസ്സേജ് കേൾക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഓടിപ്പോവാൻ നിങ്ങളെ ഉപദേശിച്ചത് പരീശന്മാരും സദൂക്യരൊക്കെ വളരെ അഭിമാനികളാണ്. അവരോട് അദ്ദേഹം പറഞ്ഞു, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അഹങ്കരിക്കരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുന്നു. ശരിയായ മാനസാന്തരത്തിലേക്ക് അവരെ നയിക്കുവാൻ സ്നാപക യോഹന്നാനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അവർ കൂട്ടമേ കടന്നു വന്ന അദ്ദേഹത്തിന്റെ കീഴിൽ സ്നാനമേറ്റ് കടന്നുപോയി. യേശുക്രിസ്തുവിന് മുന്നോടിയായി വഴികാട്ടിയായിട്ട് ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിത്വമായിരുന്നു സ്നാപക യോഹന്നാൻ. യെശയ്യാ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്നാപക യോഹന്നാനെ പറ്റി എഴുതി മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുകയും. അങ്ങനെ കടന്നു വന്നവനാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി, ഇതാ കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമന്നഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് ലോകത്തിന് യഹൂദന്മാർക്ക് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം ഉപയോഗിച്ചത് യോഹന്നാനെയാണ്. യോഹന്നാൻ യോർദാൻ നദിയിൽ ഇറങ്ങി നിന്ന് അനേകരെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഗലീല നാട്ടിൽ നിന്നും യേശുവും നടന്നു വന്ന് അദ്ദേഹത്തിന്റെ കൈക്കീഴിൽ നിന്നും എനിക്കും സ്നാനമേൽക്കണമെന്ന് പറഞ്ഞു. യോഹന്നാൻ പറഞ്ഞു, അല്ല, നിന്നാൽ ഞാൻ സ്നാനമേൽക്കണം. അന്നേരം കർത്താവ് പറഞ്ഞു, ഇങ്ങനെ സകല നീതിയും, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. നല്ല കഴിവും നല്ല ധൈര്യമുള്ള വ്യക്തിത്വമായിരുന്നു സ്നാപക യോഹന്നാൻ. പക്ഷേ സംഗതി ഇപ്പോൾ ആകെ മാറിയിരിക്കുകയാണ്. നമ്മുടെ യോഹന്നാൻ പാസ്റ്ററും ഇപ്പോൾ ജയിലിലാണ്, കാരാഗ്രഹത്തിലാണ്. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങുവാൻ തുടങ്ങി. ആ കാരാഗ്രഹത്തിന്റെ ഇടുങ്ങിയ മുറി അദ്ദേഹത്തെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ടായി തോന്നി. അവിടെ ഒതുങ്ങിക്കൂടുവാൻ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി അദ്ദേഹത്തെ അനുവദിച്ചില്ല. വിശാലമായ യഹൂദ്യ മരുഭൂമിയിൽ ചെന്ന് അനേകരോട് പ്രസംഗിച്ചുകൊണ്ട് നടന്ന യോഹന്നാൻ ഈ ഇടുങ്ങിയ കാരാഗ്രഹത്തിന്റെ മുറിയിലിരുന്ന് അല്പം ബുദ്ധിമുട്ടി. ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങി. അഴികൾ എണ്ണി അദ്ദേഹം മടുത്തു. എങ്ങനെയെങ്കിലും ഈ കാരാഗ്രഹത്തിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങിയാൽ കൊള്ളാമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അത് മാത്രമല്ല, ഹെരോദ രാജാവ് കോപിഷ്ഠനാണ്. ഏത് നിമിഷവും അദ്ദേഹത്തിന്റെ വാൾ, തന്റെ ശിരസ് ഉടലിൽ നിന്ന് വെട്ടിമാറ്റുവാൻ സാധ്യതയുണ്ട്. സംഗതികളിരുന്ന് ഓരോന്ന് ചിന്തിച്ച് അദ്ദേഹത്തിന്റെ ധൈര്യം എങ്ങോ പോയി മറഞ്ഞു. പുരുഷത്വവും ധൈര്യവുമൊക്കെ എങ്ങോ പോയി വിളിച്ചതുപോലെ തോന്നി. അവിശ്വാസം ഉടലെടുക്കുവാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴുണ്ട് തന്റെ ശിഷ്യന്മാർ കടന്നു വന്നു ഗുരുവിന്റെ ക്ഷേമം അന്വേഷിക്കാൻ. യോഹന്നാൻ അവരെ വിളിച്ച് ഇവിടെ വരാൻ പറഞ്ഞു. അവരോട് പറഞ്ഞു, അതിനു മുമ്പ് യോഹന്നാൻ ചിന്തിച്ചു, യേശുക്രിസ്തു അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്, നല്ല കഴിവുള്ള ആളാണ്. അതുകൊണ്ട് ഈ കാരാഗ്രഹത്തിൽ വന്ന് എന്നെ ഒന്ന് ഇറക്കി കൊണ്ടുപോകും എന്ന് അദ്ദേഹം ആശിച്ചു കാണും. പക്ഷേ ഇറക്കി കൊണ്ടുപോയില്ല എന്ന് മാത്രമല്ല, ഒന്ന് കാണാൻ പോലും യേശുവോടെ വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഇങ്ങനെ ചിന്താധീനനായിരിക്കുമ്പോഴാണ് യോഹന്നാന്റെ ശിഷ്യന്മാർ അവിടെ വരുന്നത്. അദ്ദേഹം അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ യേശു ഉണ്ടല്ലോ, ആ യേശുവിനോട് പോയി ചോദിക്കണം, വരുവാനുള്ള മശിഹ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനായി കാത്തിരിക്കണം. ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു, സംഗതി ബോധിപ്പിച്ചു. യേശു അത് കേട്ടിട്ട് അവരെ നോക്കി അവരോട് പറഞ്ഞു, നിങ്ങൾ കാണുന്നത് എന്താണ്, നിങ്ങൾ കേൾക്കുന്നത് എന്താണ്, അത് അവനെ ചെന്ന് അറിയിക്കണം. കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു,
ദരിദ്രന്മാരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. എന്നിട്ട് ജനക്കൂട്ടത്തോട് തിരിഞ്ഞു ചോദിച്ചു, നിങ്ങൾ ആരെ കാണുവാൻ മരുഭൂമിയിലേക്ക് കടന്നുപോയി? യഹൂദ മരുഭൂമിയിലേക്ക്. ആരുടെ പ്രസംഗം കേൾക്കാനാണ് കടന്നുപോയത്? കാറ്റിനാൽ ഉലയുന്ന ഒരു ഓടയോ? വിശ്വാസം നഷ്ടപ്പെട്ട് ക്ഷീണിതനായി ഭാരമുള്ളവനായിരിക്കുന്ന ആ കാറ്റിനാൽ ഉലഞ്ഞാടുന്ന ആ യോഹന്നാനെ കാണാനാണോ നിങ്ങൾ മരുഭൂമിയിൽ ചെന്നത് എന്ന് ചോദിച്ചു. അല്ല, ഒരു പ്രവാചകനെയാണോ? യേശു പറഞ്ഞു, അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെയാണ് നിങ്ങൾ കാണുന്നത്. എന്നിട്ട് യേശു യോഹന്നാന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. യേശു പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ, ആ വാക്യം വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് ഒരു ബ്ലണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നി. സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. കേട്ട യഹൂദന്മാർ എന്ത് ചിന്തിച്ചു കാണും? അവരത് അംഗീകരിച്ച് കാണുമോ? എനിക്ക് സംശയമാണ്. യഹൂദന്മാർക്ക് പലരെ കുറിച്ച് പറയാനുണ്ട്. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്, ഞങ്ങളുടെ പിതാവാണ്. കാണപ്പെടാനിരിക്കുന്ന ദേശത്തേക്ക് പോകാ എന്ന് ദൈവം പറഞ്ഞപ്പോൾ എല്ലാം വിട്ട് ഇറങ്ങിയവനാണ് അബ്രഹാം. മോശ ഞങ്ങൾക്കുണ്ട്. മോശ 10-30 ലക്ഷം ആളുകളെയും കൊണ്ട് ഫറവോന്റെ കഠിനമായ ആ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ച്, ഒറ്റയ്ക്ക് ചെന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ അവരെ നടത്തിയവനാണ് മോശ. ഞങ്ങൾക്ക് പിന്നെയും പറയാൻ ആൾക്കാരുണ്ട്. ദാവീദ് രാജാവ് അതിശക്തനായ രാജാവായിരുന്നു. ചുറ്റുപാടുമുള്ള എല്ലാ രാജ്യങ്ങളെയും കീഴടക്കി ഇസ്രായേലിന്, അല്ലെങ്കിൽ അന്നത്തെ പലസ്തീന് സമാധാനം നൽകിക്കൊടുത്ത രാജാവാണ് ദാവീദ്. ശലോമോനാണെങ്കിൽ രാജ്യത്തെ സാമ്പത്തികമായി ഉച്ചകോടിയിൽ എത്തിച്ച സമർത്ഥനായ ചക്രവർത്തിയായിരുന്നു, രാജാവായിരുന്നു. വെള്ളിയും പൊന്നും വയലിലെ കൽക്കൂമ്പാരങ്ങൾ പോലെ കൂട്ടിയിടുവാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞു. ശൗല്, പിന്നെ വലിയ വലിയ പ്രവാചകന്മാര്, ഇങ്ങനെയുള്ളവരൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. യെശയ്യാ ഉണ്ടായിരുന്നു, യെഹെസ്കേൽ ഉണ്ടായിരുന്നു, യിരെമ്യാ ഉണ്ടായിരുന്നു, ദാനിയേൽ ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഈ യോഹന്നാൻ എന്തുണ്ട്? അവർ ചിന്തിച്ചു കാണും. പക്ഷേ യേശു യാതൊരു സംശയത്തിനും ഇട നൽകാതെ തീർത്ത് പറഞ്ഞിരിക്കുകയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. എന്താണ് യേശു അവിടെ ഉദ്ദേശിച്ചത്? യേശു അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കിയത്? യോഹന്നാന് പല വലിപ്പങ്ങൾ പറയുവാൻ കാണും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല പുരുഷത്വം കാണും, നല്ല പ്രസംഗ പാഠവും കാണും, നല്ല കഴിവുകൾ കാണും, നല്ല നേതൃത്വ ഗുണം കാണും, പല പല ക്വാളിറ്റികൾ, പല പല വലിപ്പങ്ങൾ യോഹന്നാന് പറയുവാൻ കാണുമായിരിക്കും. പക്ഷേ ആ വലിപ്പങ്ങൾ കൊണ്ട് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല, എന്റെ സാക്ഷിയായിരിക്കാൻ ആ വലിപ്പങ്ങൾ കൊണ്ട് കഴിയില്ല. യേശു അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ജീവിതത്തിൽ നമുക്ക്, പ്രിയ സഹോദര സഹോദരി, നമുക്ക് പല പല നേട്ടങ്ങൾ എടുത്തു കാണിക്കുവാൻ കാണുമായിരിക്കും. സാമ്പത്തികമായി നാം വെൽ സെറ്റിൽഡ് ആയിരിക്കാം, ഉന്നത വിദ്യാഭ്യാസത്തിനുടമയായിരിക്കാം, ഉന്നത ഭവനത്തിൽ ജനിച്ചു വളർന്നവനായിരിക്കാം, നല്ല നേതൃത്വ ഗുണവും നല്ല പ്രസംഗ പാഠവും ഒക്കെ കണ്ടെന്ന് വന്നേക്കാം. പക്ഷെ ഇങ്ങനെയുള്ള വലിപ്പങ്ങൾ കൊണ്ടൊന്നും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. യേശുവിന്റെ പൈതലായ യേശുവിനെ അനുഗമിക്കുവാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുടെ ഒന്നുകൊണ്ടും അത് നടക്കുകയില്ല. ഇതാണ് യേശു ഉദ്ദേശിച്ചത്. നമ്മുടെ വലിപ്പങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു വിഷയമല്ല ഇത്, സംഗതി വേറെയാണ്. ഞാനൊരു നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുമെന്ന് ധൈര്യത്തോടെ നമ്മളുടെ ധൈര്യം കൊണ്ട് പറയുവാൻ കഴിയില്ല. ഇത് ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. നമുക്ക് തിരികെ ആ പൗലോസിന്റെ കാരാഗ്രഹ മുറിയിലേക്ക് കടന്നില്ല. പൗലോസേ, അങ്ങിവിടെ എന്താണ് ചെയ്യുന്നത്? പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും തന്റെ ശിരസ് ഉടലിൽ നിന്ന് വേർപെടുവാൻ സാധ്യതയുണ്ട്. നീറോ ചക്രവർത്തി തനിക്ക് എതിരാണ്, സുവിശേഷത്തിന് എതിരാണ്. സുവിശേഷ നിമിത്തം താനിപ്പോൾ ജയിലിന്റെ ഉൾമുറിയിലാണ്. ഉദയ്ക്കുവാനൊരു പുതപ്പ് പോലുമില്ലാതെ,
തണുത്ത് വിറയ്ക്കുന്ന ശരീരവുമായി അല്പം നല്ല ആഹാരം കഴിക്കുവാനില്ലാതെ ആ ഇടുങ്ങിയ ജയിലിന്റെ ഉൾമുറിയിൽ പൗലോസ് ഏകനായി കഴിയുകയാണ്. ഇരിക്കുവാൻ ഒരു ബെഞ്ച് പോലും ഇല്ലാതെ, യാതൊരു സൗകര്യവുമില്ലാതെ, നാളെ ജീവിച്ചിരിക്കുമോ എന്ന് സംശയത്തോടെ അവിടെയായിരിക്കുന്ന പൗലോസ് തന്റെ കൈവശമുണ്ടായിരുന്ന ആ തോൽച്ചുരുളെടുത്ത് ആ തറയിൽ കരിങ്കൽ പാളിയിൽ നിന്ന് നൂർത്തിവെച്ചു. തന്റെ കൈവശമുണ്ടായിരുന്ന പേന എടുത്തു, തൂലിക ചലിപ്പിച്ചു, എഴുതി, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. പൗലോസേ, അങ്ങേക്ക് ഇതെങ്ങനെ കഴിഞ്ഞു? അങ്ങ് സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവനാണോ? പൗലോസിന് പറയാനുള്ളത്, അയ്യോ, അല്ലേ അല്ല, ഞാൻ സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവനല്ല. അതും പോയിട്ട് സകല വിശുദ്ധന്മാരിലും വെച്ച് ഞാൻ ഏറ്റവും ചെറിയവനാണ്. അതും പോയിട്ട് എനിക്ക് എന്നെ അപ്പോസ്തലൻ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് കുറ്റബോധമാണ്. കാരണം ദൈവസഭയെ ഞാൻ ഉപദ്രവിച്ചവനാണ്, ഒന്നും മുടിച്ചവനാണ്. യേശുവിന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട നിക്ഷേപങ്ങളായ സഹോദരന്മാരെ ഞാന് കൊന്നു മുടിച്ചതാണ്, ദൈവസഭയെ ഉപദ്രവിച്ചവൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ദമസ്കോസ് പട്ടണത്തിലേക്ക് കടന്നുപോയായിരുന്നു. മഹാപുരോഹിതന്റെ അധികാരപത്രവും വാങ്ങി. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ക്രിസ്തീയ മതത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുവിനെ അനുഗമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെയും തീർത്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അവൻ വാഹനമൃഗത്തിൽ പോകുകയായിരുന്നു. ദമസ്കോസ് പട്ടണത്തിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശുവിന്റെ സ്നേഹം അവനെ ഒന്ന് തൊട്ടു. നട്ടുവെച്ച നേരത്ത് സൂര്യനെ വെല്ലുന്ന പ്രകാശം അവന്റെ മേൽ ചുറ്റി മിന്നി. അവൻ വാഹനമൃഗത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നുള്ള ശബ്ദം കേട്ട് അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആര്? അതിന്റെ ശരിയായ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത്, പ്രഭോ, അങ്ങ് ആര് എന്നാണ്. നീ ഉപദ്രവിക്കുന്നവനായ നാസറായനായ യേശുവാണ് ഞാൻ. യേശുവിനെ പൗലോസ് ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. യേശുവിന്റെ നാമം പറഞ്ഞ് യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന യേശുവിന്റെ ശിഷ്യന്മാരെ, യേശുവിന്റെ അനുയായികളെ ഉപദ്രവിച്ചത് തന്നെ ഉപദ്രവിച്ചതിന് തുല്യമായിട്ട് യേശു അവിടെ കാണുകയാണ്. പ്രിയ ദൈവമക്കളെ, യേശുവിന്റെ നാമനിമിത്തം എന്തെങ്കിലും പ്രയാസങ്ങൾ, എന്തെങ്കിലും കഷ്ടങ്ങൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ അതൊരു ഭാഗ്യമായിട്ട് കരുതിയാലും മതി. നമ്മെ തൊടുന്നവർ, നമ്മെ ഉപദ്രവിക്കുന്നവർ, നമ്മെ ബുദ്ധിമുട്ടിക്കുന്നവർ നമ്മെയല്ല, യേശുവിനെയാണ് ബുദ്ധിമുട്ടിക്കുക. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം യേശു ഏറ്റെടുത്തിരിക്കുകയാണ്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, ഞാൻ ഈ ജയിൽ മുറിയിൽ ആയിരിക്കുമ്പോൾ എനിക്ക് ഈ ജയിൽ മുറി ഒരു ഇടുക്കമുള്ള മുറിയേ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബന്ധനം ഒരു പ്രശ്നമേ അല്ല. എന്നെ അവർക്ക് ബന്ധിക്കുവാൻ കഴിയുമായിരിക്കും, എന്റെ കൈകളും കാലുകളും ബന്ധിച്ചിടുവാൻ നീറോ ചക്രവർത്തിക്ക് കഴിയും. പക്ഷേ സുവിശേഷത്തിന് ബന്ധനമില്ല. അതാണ് പൗലോസിന് പറയുവാനുള്ളത്. പൗലോസ് കാരാഗ്രഹങ്ങളിൽ വെച്ചാണ് നല്ല നല്ല ലേഖനങ്ങൾ എല്ലാം എഴുതിയത്. ഫിലിപ്പിയ ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസിന് പറയുവാനുള്ളത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. സാഹചര്യങ്ങൾക്ക് അതീതമായ ദൈവിക സന്തോഷം പൗലോസിനെ ഭരിച്ചിരുന്നു. എങ്ങനെയാണത് സാധിച്ചത്? എങ്ങനെയാണ് അത് പൗലോസിനെ കൊണ്ട് നടന്നത്? പൗലോസിന് പറയുവാനുള്ളത്, ആ ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, എന്നിൽ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല. അതാണ് പൗലോസിന് സംഭവിച്ച നേട്ടം. പൗലോസിന് സംഭവിച്ച ഗുണം അതാണ്. പൗലോസിന്മേൽ വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടായിരുന്നു. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ നമ്മളുടെ കഴിവുകളോ നമ്മുടെ വലിപ്പങ്ങളോ കൊണ്ടോ നടക്കുകയില്ല. നമ്മളുടെ തീരുമാന ശക്തിയൊന്നുമല്ല. പക്ഷേ ആ അത്യന്ത ശക്തിക്ക് വേണ്ടി ഓരോ ദിവസവും നാം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അത് പ്രാപിക്കുന്നവർ മുന്നോട്ട് തന്നെ യാത്ര ചെയ്യും. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു,
യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും തളർന്നു പോകാതെ ഓടുകയും ചെയ്യും. പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ അനേകർ ട്രാക്ക് തെറ്റി ഓടുന്നവരുണ്ട്. സ്വന്തം കാണിക്കുവാൻ, പല വലിപ്പങ്ങൾ കാണിക്കുവാൻ ബന്ധപ്പെടുന്നവരുണ്ട്. ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, ട്രാക്ക് തെറ്റിയാണ് ഓട്ടം. നിത്യത വരെയും എത്തേണ്ടതാണ് നമ്മളുടെ ഈ ഓട്ടം, ഈ യാത്ര എന്ന് പറയുന്നത്. യേശുവിനെ നോക്കിക്കൊണ്ട്, യേശുവിനിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് ഓരോ ദിവസവും കാത്തിരിക്കുന്നവന് മാത്രമേ ശരിയായ ദിശയിൽ യാത്ര ചെയ്ത് യേശുവിനെ അനുഗമിക്കുവാൻ കഴിയുകയുള്ളൂ. യേശുവിനെ അനുഗമിക്കാൻ കഴിയുകയുള്ളൂ. യേശുവിനെ അനുഗമിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികളിൽ എഴുതിയിരിക്കുന്നു, അതിന്റെ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഈ അത്യന്ത ശക്തി പ്രാപിച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നാം ഓരോ ദിവസവും പ്രാപിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സാക്ഷികളായിക്കൊണ്ടിരിക്കും. സുവിശേഷീകരണവും പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നത് നമ്മളല്ല. ഒന്നും പറയേണ്ട കാര്യം, ഇത് വറി ഫ്രീ ബിസിനസ് ആണ്. സുവിശേഷീകരണം നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് പോകാൻ പറയുന്നത്. പരിശുദ്ധാത്മാവാണ് വഴികളെ തുറക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ജീവിതങ്ങളെ ആകർഷിക്കുന്നത്. നമ്മളുടെ ജീവിതം, പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യണം. ഒരു ഉത്തരവാദിത്വമേ നമുക്കുള്ളൂ. ഒന്നേ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ. നമ്മളുടെ ഒന്നും ദൈവം ചോദിക്കുന്നില്ല. നമ്മളുടെ വലിപ്പങ്ങൾ ഒന്നും വേണ്ട. മകനെ, മകളെ, നീ അതെല്ലാം മാറ്റിവെക്ക്. അതുകൊണ്ട് 2 ഗുണമുണ്ട്. ഒന്നും ഇല്ലാത്തവർക്ക് സുവിശേഷ വേല ചെയ്യാം സന്തോഷത്തോടെ. കാരണം ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ, ഉള്ളവർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വലിയ കഴിവുകളും പ്രതാപവും ഒക്കെ കാണിക്കുവാനുണ്ടോ? നടക്കുകയില്ല. അതുകൊണ്ടൊന്നും നടക്കുകയില്ല. പണം കൊണ്ടൊന്നും നടക്കുന്നതല്ല സുവിശേഷ വേല. ധനം കൊണ്ട് നടക്കുന്നതല്ല, നമ്മളുടെ കഴിവുകൾ കൊണ്ട് നടക്കുന്നതല്ല. എന്നാൽ പക്ഷേ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒന്നുണ്ട്. അതാണ് ദൈവസന്നിധിയിൽ എന്നും കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചേ കഴിയൂ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന്. ഞാൻ എൻ്റെ മക്കളോട് ഒരു ഉദാഹരണം പറയാറുണ്ട്. സെൽഫോണ് ക്രിസ്തീയ ജീവിതത്തിന് പറ്റിയ അതിലൊരു നല്ല പാഠമുണ്ട്. ഈ സെൽഫോൺ ഇത് സാറ്റലൈറ്റുമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. AT&Tയില് എല്ലാ മാസവും ഒരു പ്രശ്നവുമില്ല. അവരുടെ അക്കൗണ്ടിൽ ഞാൻ എല്ലാ മാസവും കാശ് കൊടുക്കുന്നുണ്ട്. ഒരു ബട്ടൺ അമർത്തിയാൽ ഗൾഫിലോട്ടോ നാട്ടിലോട്ടോ വിളിക്കാൻ യാതൊരു പ്രയാസവുമില്ല. നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കും. വളരെ പവർഫുൾ ആയ ഒരു സാധനമാണിത്. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, എന്നും ചാർജ് ചെയ്യണം, എന്നും പ്ലഗ് ഇൻ ചെയ്യണം. ക്രിസ്തീയ വിശ്വാസികളോട് കർത്താവ് ആവശ്യപ്പെടുന്ന അതാണ്. നമ്മളോട് ഓരോരുത്തരോടും ദൈവത്തിന് ആവശ്യപ്പെടുവാനുള്ളത് അത് മാത്രമാണ്. നിനക്ക് എന്റെ സന്നിധിയിൽ ഒന്ന് ഇരിക്കാൻ കഴിയുമോ? എല്ലാ തിരക്കുകളെയും ഒന്ന് മാറ്റിവെച്ച്, ബന്ധപ്പാടുകളെ ഒന്ന് മാറ്റിവെച്ച് ഒരു 10 മിനിറ്റിന്റെ മകളെ ഒരു 10 മിനിറ്റ്, അരമണിക്കൂർ എന്റെ സന്നിധിയിൽ ഇരുന്ന് ആനന്ദിക്കാൻ കഴിയുമോ? ഞാൻ എന്റെ ശക്തി നിന്റെ മേൽ പകരും. സുവിശേഷീകരണം സാധ്യമായി തീരും. ദൈവത്തിന്റെ ഒരു ചാനലായിട്ട് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. പൗലോസിന് പറയാനുള്ളത്, ഈ കാരാഗ്രഹം എനിക്കൊരു പ്രശ്നമല്ല. ജീവിതത്തിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകൾ കാണുമായിരിക്കും. ചിലർ പറയും, എന്റെ ഈ സുവിശേഷ പ്രവർത്തനത്തിന് ഏറ്റവും തടസ്സം എന്റെ ഭാര്യ എന്ന് പറയുന്നത്. ചിലർ പറയുന്നത്, എന്റെ ഭർത്താവ് നല്ല ആളായിരുന്നെങ്കിൽ എനിക്ക് ഈ നല്ലൊരു ക്രിസ്ത്യാനായിട്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ എന്റെ മക്കളാണ് എനിക്ക് പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പല എനിക്ക് കുറച്ച് പണം ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാമെന്ന് പറയുന്നവരുണ്ട്. ഒന്നുമല്ല. ഈ കാരാഗ്രഹം ഒരു പ്രശ്നമല്ല. ഈ കാരാഗ്രഹത്തിൽ നിന്നെ സ്വതന്ത്രനായി നടത്തുവാൻ, നിനക്ക് സ്വതന്ത്ര ചിന്തകൾ തരുവാൻ, നിന്നെ സന്തോഷിപ്പിക്കുവാൻ, ബലപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. ആത്തിരുന്നാൽ മതി. ഏത് ഞെരുക്കങ്ങളാണെങ്കിലും, ഏത് ബുദ്ധിമുട്ടുകളാണെങ്കിലും, ഏത് ഭാരങ്ങളാണെങ്കിലും നിന്നെ എടുത്ത് ഉപയോഗിക്കുവാൻ ശക്തനായ
ഒരു ദൈവമാണ് നമുക്കുള്ളത്. സുവിശേഷീകരണത്തിന് ദൈവത്തെ അനുഗമിക്കുവാൻ, കർത്താവിന്റെ സാക്ഷിയായി ജീവിപ്പാൻ നമുക്ക് നല്ല ആഗ്രഹമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. ദൈവസന്നിധിയില് കാത്തിരിക്കുക. ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്. ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ജീവിതങ്ങളെ ദൈവം നോക്കിയാണ്. ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ജീവിതങ്ങളെ ദൈവം നോക്കിയാണ്. ദൈവത്തിന് ഇന്ന് ക്രിസ്തീയ സഭയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെയാണ്, കാത്തിരിക്കുന്ന വിശ്വാസികളെയാണ്, കാത്തിരിക്കുന്നവരെയാണ്. അവർ പുതുകിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കും. അവരുടെ ദുഃഖങ്ങൾ മാറിപ്പോകും. അവരുടെ കാരാഗ്രഹത്തിന്റെ ചിന്തകൾ അവരെ വിട്ട് ഓടും. അവർ ആത്മാവിൽ സ്വതന്ത്രം പ്രാപിക്കും. ദൈവത്തിന്റെ സാക്ഷികളായി തീരും. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. അതിനുവേണ്ടി നമ്മളുടെ ജീവിതങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളുടെ തലമുറയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഓരോ ദിവസവും 5 വർഷം ഞാനിരുന്നു, 10 വർഷം ഇരുന്നു, അല്ലെങ്കിൽ 30 വർഷം ഞാനൊരു പാസ്റ്ററായിരുന്നു, അല്ലെങ്കിൽ ഡീക്കനായിരുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം മുതൽ ആ പരിചയത്തില് മുന്നോട്ട് പോകാം. ആ പരിചയത്തിൽ പ്രസംഗിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഈ സെൽഫോൺ പോലെയാണ്. എന്നും ചാർജ് ചെയ്തേ മതിയാവുകയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ കാത്തിരിക്കാം, ദൈവസന്നിധിയിൽ എളിമപ്പെടാം, ദൈവത്തോട് കൂടുതൽ എടുത്തുകൊണ്ട് കർത്താവിന്റെ സാക്ഷികളായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഇളയവൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ താണിരുന്നുകൊണ്ട് കൃപകളെ പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മളുടെ വലിപ്പങ്ങൾ കൊണ്ട് യേശുവിന്റെ ശിഷ്യനായിരിക്കാനോ സാക്ഷിയായിരിക്കാനോ കഴിയില്ല. കർത്താവ് ആത്യന്ത ശക്തി നമ്മിൽ വ്യാപരിച്ചാൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, സാക്ഷികളായി നിലകൊള്ളുവാൻ നമ്മളെ കൊണ്ട് കഴിയും. ദൈവമായ കർത്താവ് അതിന് നമ്മെ ഉപയോഗിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുടെ ആശംസയോടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കരോട്ടൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിന്റെ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിൽ സന്തോഷം പകർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ